ഹേയ് ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു മോർണിംഗ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓട്സ് കഴിക്കുക. ഓട്സ് കഞ്ഞി എന്താ വേണ്ട കഴിക്കാന്? ടാനി എണീക്കുന്നതിനനുസരിച്ചാണ് എൻ്റെ ആ ദിവസത്തെ കംപ്ലീറ്റ് സംഭവങ്ങളും നടക്കുന്നത്. അവൻ നേരം വഴി എണീക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ പണികളും അതുപോലെ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ അവൻ എണീക്കുന്ന മുന്നേ തന്നെ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിവിടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട് കംപ്ലീറ്റ് മെസ്സായി കിടക്കുകയായിരുന്നു. പക്ഷേ പോകുന്ന മുന്നേ ഫ്രണ്ട്സ് എല്ലാവരും ക്ലീൻ ആക്കിയിട്ടാട്ടോ പോയത്. എന്നാലും നമുക്ക് കുറേ ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ. സോറി, എന്നിട്ടാ താഴെ കളഞ്ഞതൊക്കെ ക്ലീൻ ആക്കിട്ടോ. ഓക്കെ, അടിച്ചു വരയ്ക്കേ. ഓക്കെ. ദേ എൻ്റെ അസിസ്റ്റൻറ്റ് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. എനിക്ക് കുറച്ച് ഓർഗനൈസ് ചെയ്യാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പണിക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ഓരോ ദിവസം ചെയ്യാറാണ്. എനിക്ക് എല്ലാം ഒരു ദിവസമൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ ടാനി വരും. അവന് എപ്പോഴും ഇങ്ങനെ ഒറ്റക്ക് കളിച്ചിരിക്കൊന്നുമില്ല. അവന് എപ്പോഴും ഞാനോ അല്ലെങ്കിൽ സെമി കൂടെ വേണം. ഒറ്റക്ക് കളിക്കൽ അവനിഷ്ടമുള്ള പരിപാടിയല്ല. നാട്ടിൽ പോയപ്പോഴാണെങ്കിലോ അവന് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഓക്കെ ആയിരുന്നേ. ഇവിടെ ഒറ്റക്കായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് ഒക്കെ എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഏകദേശം എല്ലാം തീർക്കണം. ഞാൻ ബർത്ത്ഡേൻ്റെ മുന്നേ എനിക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് അറേഞ്ചിങ് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ ഇതുപോലത്തൊക്കെ ക്ലീനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ ഇനി ഉണ്ട്. ഉച്ചക്കത്തുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ, ചോറും കറിയും. കാരണം ഞങ്ങളിവിടെ ചോറ് എന്നും വെക്കാറില്ല, വളരെ കുറവാണ് കേട്ടോ ഇവിടെ ചോറ് വെക്കുന്നത്. അപ്പം ഞാനിതാ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. സിമ്പിളല്ലേ, കുക്കറിലായതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ടാനിക്ക് കേക്ക് കൊടുക്കുകയാണേ. അവന് ചെറിയ വാശി കാട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ നൈസിൽ ഒതുക്കാൻ ഞാൻ കുറച്ച് മധുരം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് സെമിയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച അവരെ കടയിലുണ്ട് കേട്ടോ ഈ ഒരു കേക്ക്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചോക്ലേറ്റ് ലാവ കേക്കാണ്. എനിക്ക് തരുമോ? താങ്ക് യു. ഇനി ടാനി കഴിച്ചോ. ഓക്കെ. ടാനി എന്നെ ഷബാബ എന്നാട്ടോ വിളിക്കാറ്. ഷൈമ എന്ന് വിളിക്കുന്നതാണ്, അത് ഷബാബായി മാറുന്നതാണ്. അവന് പല സമയത്തും പലതും വിളിക്കും. അതുപോലെ എനിക്ക് വേറെ പണിയുണ്ട് കേട്ടോ. അതാ ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് ഗാർബേജും നമ്മൾ അതുപോലെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ വെക്കാറുള്ളത്. വീക്കിലി ഒരു ദിവസമാണ് നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകാറുള്ളത്. ഫുഡ് വേസ്റ്റ് നമ്മൾ ഒരു ഗ്രീൻ കവർ, ഈ കവറാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഇടാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കവറിലെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, അതല്ലാതെ നമ്മൾ കവർ മാറിയിട്ട് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകില്ല. പിന്നെ പ്ലാസ്റ്റിക്കും നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് അതുപോലെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ എനിക്കിതാ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നേ, അത് കട്ട് ചെയ്തിട്ട് ഞാനിതാ 2 കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഇന്നക്കും കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ക്യാബേജ് കാണുന്നു. എന്നിട്ടും ഞാൻ ഇതാ ഒരു ക്യാബേജിൻ്റെ ഒരു ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഇതാ നോക്കിയേ. അപ്പോൾ ക്യാബേജ് പിന്നെ കേട് വരുമൊന്നുമില്ലല്ലോ. അപ്പോൾ ബാക്കി ഞാനിതാ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജ് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. ഞാനിതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ എനിക്ക് സിമ്പിളാണല്ലോ. ആ ടിഷ്യൂ എടുത്തിട്ട് കളഞ്ഞിട്ട് വേറെ വെച്ചാൽ മതിയല്ലോ. അതുപോലെ ഞാനിതാ കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കുറച്ച് നീറ്റായി കിടക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ നോക്കാറുണ്ട്, മാക്സിമം ഞാൻ ക്ലീൻ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൻ്റെ ഈ ഇതിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഫേവറേറ്റ് ഫോട്ടോസാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും
നടന്നു പോകുന്ന സ്ഥലമല്ലേ. അപ്പോൾ എപ്പോഴും ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര എനിക്ക് ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാതെ ഞങ്ങൾ ട്രിപ്പ് പോയ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. പിന്നെ ടാനിയുടെ കൂടെയുള്ള ഫോട്ടോസാണ് കംപ്ലീറ്റ് ഉള്ളത്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ടാനിക്ക് 1 വയസ്സായപ്പോൾ അവന് ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടോ, കഫക്കെട്ടും കാര്യമൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എക്സ്റേ എടുക്കുമ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞു കേട്ടോ, നമ്മൾ കുട്ടികൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവരൊരു സർട്ടിഫിക്കറ്റ് വീട്ടിലാണെങ്കിലും അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വെക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുമല്ലോ, അതായിരിക്കാം. പക്ഷെ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. എന്താ കഴിക്കുന്നത്? ടാനിയുടെ ഗിഫ്റ്റ് കാണിച്ചു കൊടുത്തേ. ടാനി അതിൻ്റെ ഇടയിൽ കുക്കുംബർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കുക്കുംബർ വേണ്ട, അവന് ഇപ്പോൾ ഫുള്ളായിട്ട് കഴിക്കുന്നു. ഇത് നോക്കി 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് താഴെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം തന്നെയായിരുന്നു. നാട്ടിൽ നിന്ന് മെയിനായിട്ട് കഴിച്ചിരുന്ന സാധനം കുക്കുംബർ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് ഇൻട്രസ്റ്റുകളൊക്കെ മാറി മാറി വരുന്നുണ്ട്. കുറച്ച് അവൻ എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് കഴിക്കുള്ളൂ. ഗിഫ്റ്റ് തന്നെ അഗി അങ്കിളാണോ? ആണോ? എന്താ ഗിഫ്റ്റ് തന്നെ? എന്താ തന്നെ? ടെസ്ല കാറാണോ? ഓക്കെ, ടെസ്ല കാർ തന്നു അല്ലേ? ഇഷ്ടമായോ? ഇന്ന് എന്താ എനിക്ക് ഭയങ്കര പണിയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. മറ്റേ ഭയങ്കര റിലാക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇന്ന് എന്താ അറിയില്ല, ഇനി ആദ്യം മുതലെല്ലാം ചെയ്ത് വരേണ്ടതായിരിക്കാം. നാട്ടിൽ പോയിട്ട് ഫുള്ള് റെസ്റ്റല്ലേ ഇരുന്നോ. കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, തക്കാളി തീർന്നിട്ടുണ്ട്. ഒരു തക്കാളി ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ തക്കാളി കൊണ്ടൊരു കറി വെക്കാം, അതായത് തക്കാളി കറിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതും മുട്ട പൊരിച്ചതും ചോറും ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി, എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഏതായാലും ഒന്നേ ഉള്ളൂ, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഇല്ല. സെമി ഏതായാലും വരുമ്പോഴേക്കും ഫുഡ് റെഡി ആക്കണം. കാരണം രാവിലെ ചിലപ്പോൾ ഒന്നും കഴിക്കാതെ ആയിരിക്കും പോയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശന്നിട്ടായിരിക്കും വരിക. അപ്പോൾ ഞങ്ങൾ ഫുഡ് റെഡിയായ വേഗം കഴിക്കാറാണ് പതിവ്. ഞാൻ നേരം വൈകി എണീക്കണോണ്ട് ചിലപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ടാനിയുടെ കാര്യങ്ങൾ നോക്കുന്നതനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ അതിനനുസരിച്ച് പോകുന്നല്ലാണ്ട് ഞാൻ ഇന്നത് കഴിക്കുക അങ്ങനെ ഒരു പ്രത്യേകിച്ച് റൊട്ടീൻ, പക്ഷെ അത് വേണം എന്നാണ് എനിക്കും ആഗ്രഹം. അത് അങ്ങനെ ചെയ്യണം. തക്കാളി എന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ഫുഡാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഫുള്ള് ക്ലീനിങ് അല്ല, അപ്പോൾ അത് എന്തായാലും വലിയ സംഭവം ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് ഞങ്ങളെ വീട്ടിൽ ഇത് കുറവാണ് കേട്ടോ, സാധാ ഫുഡ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ബിരിയാണി, മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സെമിക്ക് ഈ സാധാ ചോറുണ്ടല്ലോ അത് ഇഷ്ടമില്ല. എന്തെങ്കിലും ഇങ്ങനെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം. സെമി കഴിക്കാതെ ആവുമ്പോൾ ഞാനും ഉണ്ടാക്കാറില്ല. എനിക്ക് മാത്രമായിട്ട് ചോറ് വെക്കാൻ എനിക്ക് വലിയ താല്പര്യമുള്ളൊന്നുമില്ല. ചോറ് കഴിക്കുകയാണെങ്കിലും വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. അധികം കഴിക്കാനും പേടിയാണ്. തടി വെച്ചു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ മെയിൻ. പണ്ട് നന്നായി ചോറ് കഴിച്ചിരുന്ന ആളെന്നായിരുന്നു ഞാനും. ഇപ്പം കഴിക്കാറില്ല. അങ്ങനെയല്ല, ക്യാബേജ് തോരൻ ഉണ്ടാക്കാണ്. ടാനിക്ക് ഞാൻ ഇതിൻ്റെ സൈഡിൽ അവനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് കൊടുത്തിട്ടുണ്ട്. അവന് രാവിലെ ഓട്സ് വേണം എന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ അത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഉച്ചക്കുള്ളത് ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് അവൻ്റെ ചെയറിലിരുത്തും. അവൻ എന്തെങ്കിലും അവിടെ ഇരുത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയിട്ടാണ് അവന് കൊടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾക്കുണ്ടല്ലോ ഇവിടെ വിൻ്റർ ആണല്ലോ, അപ്പോൾ ഇനി മഞ്ഞ് വരാൻ ഇനിയിപ്പോൾ പെട്ടെന്ന് മഞ്ഞ് വരും, ഈ വീക്കിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഇവിടെ മരത്തിലുള്ള ഫുൾ ഇലകൾ കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരത്തിലെ ഇലകൾ കൊഴിയുമ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മൾ അടുത്തുള്ള വീടുകൾക്കൊക്കെ അത് എല്ലാവരും ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളും അത് ചെയ്യണം. ആ പണിയുണ്ട് എനിക്ക്. പരിപാടിയുടെ ഫുള്ള് സംഭവങ്ങളുണ്ട്, അത് ക്ലീൻ ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാനി എൻ്റെ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. അവനിതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മോപ്പ് ചെയ്യാനുണ്ട്. ഇവിടെ മോപ്പിംഗ് എന്നൊക്കെ നല്ല സുഖമാണ്. എൻ്റെ അടുത്ത് റോബോ ഉണ്ട്, പക്ഷേ റോബോ ക്ലീൻ ചെയ്യുന്നത് മോപ്പ് ചെയ്യുന്നതല്ല കേട്ടോ, അത് പൊടിയെടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഉള്ള ദിവസമല്ല.
അത് പക്ഷെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്താണ് കേട്ടോ. ഞാനങ്ങനെ സ്ഥിരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇങ്ങനെ വീഡിയോസ് എന്ന്. ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടാറ്. എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോവില്ല. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പരിപാടി കഴിഞ്ഞു. എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് എപ്പോഴും നമ്മൾ വീട്ടിൽ മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും ക്ലീൻ ചെയ്തിടാറുണ്ട്. ഇനി അവർ വരിക എന്ന് പറയുമ്പോൾ തന്നെ കുറേ ടാനി കുട്ടികളുണ്ടെങ്കിൽ അറിയാമല്ലോ, ടോയ്സും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഡെയിലി ശരിയാക്കി വെക്കണമല്ലോ, അതാണ് മെയിൻ പരിപാടി. ടാനി അവൻ്റെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് അവന് ഇഷ്ടമായിട്ടുണ്ട്. അവന് ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ബർത്ത്ഡേയും കൂടിയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ അവന് അറിയില്ലല്ലോ, അവന് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ബർത്ത്ഡേ എന്താണെന്നും കേക്ക് കട്ടിങ്ങും ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടലൊക്കെ അവന് നല്ല ഇഷ്ടമാണ്. അവന് അങ്ങനത്തെ ഒക്കെ കാർട്ടൂണൊക്കെ ആണെങ്കിലും ആളിരുന്ന് കാണും. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ആളത് പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഈ ഒരു ബർത്ത്ഡേ അവൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ മോപ്പ് ചെയ്യുന്ന ഇടയിൽ കൂടി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പൊതുവേ അവന് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുറകെ ഉണ്ടാവും. മോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷനാണ്, അവന് അധികം വീഴും. അപ്പം ഞാൻ അവനെ നൈസിൽ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ ജസ്റ്റ് സെമി വരുന്ന മുന്നേ എനിക്ക് വീടിൻ്റെ ഉള്ളിലുള്ള പണികൾ തീർക്കണം. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് പുറത്ത് വേറെ പണിയുണ്ട്. പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെന്ന്, അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. ഇന്ന് ഫുള്ളൊരു ക്ലീനിങ് ഡേ തന്നെയാണ്. ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടി പിടിച്ചിരിക്കും. അങ്ങനെ എല്ലാ പരിപാടികളും ഇന്നലെ തീർക്കണം എന്നുള്ളത് ഉദ്ദേശം കൊണ്ടാണ് ഇന്നെ ഫുള്ള് ക്ലീനിങ് ചെയ്യാൻ വിചാരിച്ചത്. വൈകുന്നേരത്തേക്ക് വെക്കാമെന്ന് സെമി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം തന്നെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മടി പിടിച്ച് രണ്ടുപേർക്കും കൂടി നിൽക്കാമെന്നാ പറഞ്ഞിട്ട് അങ്ങ് ചെയ്തതാണ്. അല്ലെങ്കിൽ സെമി ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യാറുള്ളത്. നമ്മളെ നൈബറെ വീടാണ്, അവരുടെ ഫ്രണ്ട് ഏരിയയും നമ്മൾ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള അങ്കിള് അവരിപ്പോൾ നാട്ടിലാണ്. അപ്പം ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് നമ്മളെ വീടിൻ്റെ പരിസരമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്ന മുന്നായിട്ട്, അതായത് ഞാൻ വരുന്ന മുന്നായിട്ട് അവർ പോയി. സെമി വന്ന സമയത്ത് അവരിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫ്രണ്ട് ഏരിയയും നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഇല അവിടെ നിന്നിട്ട് ചീഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പുല്ലെല്ലാം കേട് വരുന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഇല അവിടെ കിടക്കും. അപ്പോൾ നമ്മളിത് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിലാക്കിയിട്ട് നമ്മൾ പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ അത് വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമ്മളെ ഈ ഒരു പരിസരം വൃത്തിയാക്കണം എന്നുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം തന്നെയാണ്. ഇവിടെ എല്ലാവരും അടിപൊളിയായിട്ടാണ് വീടാണെങ്കിലും വീടിൻ്റെ പരിസരവും വൃത്തിയാക്കിയിടാറുണ്ട്. അത് കാണുമ്പോൾ നമുക്കാണെങ്കിലും ഒരു മോട്ടിവേഷനാണല്ലോ ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമ്മളും ചെയ്യാറുണ്ട്. ടാനിക്ക് ഞാൻ സ്കൂൾ ബസ് കാണിച്ചു കൊടുക്കുമായിരുന്നു. ടാനി ഇനി ഈ സ്കൂൾ ബസ്സിലാവും പോവാന്ന് പറയായിരുന്നു കേട്ടോ അവനോട്. സ്കൂൾ ബസ് ഇനി ടാനിനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വിടണം അല്ലേ? ടാനിയുടെ സ്കൂൾ ബസ്. ടാനി സ്കൂളിൽ പോണ്ടേ? നമുക്ക് ഇങ്ങനെ പോണ്ടേ? ഹൈഫൈ ഹൈഫൈ. അങ്ങനെ പണി സാധനങ്ങളെല്ലാം ഗരാജ് കൊണ്ടുവെക്കാൻ പോവാണ്. അങ്ങനെ പണി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ റോബോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്, ആമസോണിൽ ഓർഡർ ചെയ്തായിരുന്നേ. അപ്പോൾ നമ്മളെ ഗരാജിൽ അവർ ഓപ്പൺ ചെയ്ത് പോവും. അതിനുള്ള ഇതും സെമി ചെയ്തിട്ടുണ്ടായിരുന്നു. ഗരാജ് അവർ സ്കാൻ ചെയ്തിട്ട് അവരെന്നെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ പാർസൽ അവിടെ വെച്ച് പോവും. അപ്പോൾ ഇനി പാർസൽ എടുക്കാൻ പോവാണ് നമ്മൾ. ഇപ്പോൾ ഏതായാലും അൺബോക്സ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ക്രിസ്മസ് ലൈറ്റ് ഉണ്ട്, അപ്പോൾ അത് കാണാൻ പോവാന്നും പറഞ്ഞിട്ട്. നമ്മൾ നയഗ്ര ഫോൾസിലും ഇതുപോലെ ക്രിസ്മസ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫോട്ടോറിയിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ 5-10 മിനിറ്റേ ഉള്ളൂ പോകാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇന്നലെ ഇവിടെ പരിപാടിയൊക്കെ
കഴിഞ്ഞാൽ ക്ഷീണം മാറിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് വിൻ്ററൊക്കെ അല്ലേ പുറത്തിറങ്ങുന്നതും നല്ലതാണല്ലോ, വീടിൻ്റെ അകത്തിരിക്കണ അത്ര നല്ലതല്ലല്ലോ. എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നേ പോവാൻ. ഞാൻ ഇവിടെ വന്നിട്ട് പുറത്തിറങ്ങാൻ എനിക്ക് നല്ല മടിയായിരുന്നു, തണുപ്പുണ്ട്. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവർ ഈ ലൈറ്റൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. അവർ ഒരുപാട് ലൈറ്റ് പല ആനിമൽസിൻ്റെയാണ്. ഫുള്ള് ക്രിസ്മസിൻ്റെ ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മളെ കാറിൽ അവർ റേഡിയോ ഓണാക്കാൻ പറഞ്ഞിട്ട് ക്രിസ്മസ് സോങ്ങും നമ്മളെ കാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മ്യൂസിക് വെച്ചിട്ട് നമ്മൾ കേട്ട് ഇതിങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു ക്രിസ്മസ് വൈബ് തന്നെ തോന്നും. ഞാനും വാമി നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കായിരുന്നു. ഇത് കുറച്ച് കൂടുതൽ കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് നയഗ്ര സൂ ആണ് കേട്ടോ. സമ്മറിൽ ഞങ്ങളിവിടെ വരണമെന്ന് വിചാരിച്ചായിരുന്നു സൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്ന സമയത്ത് എന്തോ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ സഫാരി ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾ. വേറെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനി ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. കാറിൽ നമ്മൾ പുറത്തിറങ്ങണ്ടല്ലോ, അതുകൊണ്ട് പോകുന്നതാണ്. കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് ലൈറ്റ് കാണാം. ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയെന്ന് മാത്രം. നമ്മളെ വീടിൻ്റെ അടുത്തും കൂടിയല്ലേ, അതുകൊണ്ട് വന്നതാണ്. അപ്പം ഇനി എന്തായാലും ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവും. അവർ നേരെ അവരെ വീട്ടിലോട്ടും പോകും കേട്ടോ. നമ്മൾ വാങ്ങിച്ച സാധനം ഇവിടെ ഇരിക്കുന്നില്ല, നമുക്കത് അൺബോക്സ് ചെയ്യണ്ടേ. നമ്മൾ റോബോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ബോക്സ് അവർ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ടാനി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത് കേട്ടോ. ഞങ്ങളെ അടുത്തുള്ള റോബോന് ടോം എന്നാണ് പേരിട്ടുള്ളത്. അപ്പോൾ ഫുൾ ടൈം അവൻ ടോം 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 എന്നാണ് പുറകെ നടക്കുകയാണ്. അപ്പോൾ ഇതിന് എന്ത് പേരിടും എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ജെറിന്ന് ഇടാം, ടോം ആൻഡ് ജെറി ആയിക്കോളുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടാനി അതും പറഞ്ഞിട്ട് പുറകെ നടക്കുന്നുണ്ട്. അവനിത് സംഭവം ആ ബോക്സ് കണ്ടപ്പോൾ തന്നെ സംഭവം പിടിയിട്ടിട്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ ടോം ടോം എന്ന് പറഞ്ഞിട്ടാണ് ആൾ നടക്കുന്നത്. നോക്ക് എന്ത് എക്സൈറ്റഡ് ആണെന്ന്. അവന് ടോയ്സും ഇതൊന്നും അല്ല കേട്ടോ ഇഷ്ടം. ഇങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളോടും ഫ്ലൈറ്റ്, അങ്ങനെ ഹെലികോപ്റ്റർ, ഡ്രോൺ, അങ്ങനത്തെ സംഭവമാണ് ഇവന് താല്പര്യം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് കാർട്ടൂൺ ഇട്ട് കൊടുത്തോട്ടെ അവന് വേണ്ട. അവന് ഇതിൻ്റെ ബന്ധപ്പെട്ട കാർട്ടൂൺസ് മതി. ഇതിൻ്റെ ഈ റോബോയിൽ ഒഴിക്കുന്ന ലിക്വിഡാണ് കേട്ടോ അത് ഭയങ്കര നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ അതിൽ ക്ലീൻ ചെയ്യാനെടുക്കുന്ന ഇത് അതിലൊഴിക്കാനുള്ള ഒരു ഡിറ്റർജൻ്റാണ്. പിന്നെ നമുക്ക് ഇതിൽ നല്ല വെള്ളം ഒഴിക്കാനും ഡേർട്ട് വെള്ളം ഉള്ള 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കാണുന്നത് ഡേർട്ട് വെള്ളമാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് കളയാം. അത് കുറച്ച് നമുക്ക് ഒന്നെങ്കിൽ അപ്പം തന്നെ കളയാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കളഞ്ഞാലും മതി. ഷാർക്കിൻ്റെ ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് നല്ലൊരു പ്രൈസിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൈസ ഉള്ള ഒരു സാധനം കൂടിയാണ്. നമുക്കിത് $800 കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല കാശുണ്ടെന്ന് സെമി പറഞ്ഞു. പിന്നെ ബ്ലാക്ക് ഫ്രൈഡേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്. ഇനി ഏതായാലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സെമി അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ടാനി അവൻ്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. അവൻ്റെ കാര്യം പറയണ്ട, അവനിങ്ങനെ തന്നെയാണ്. നമ്മളെന്ത് കണ്ടാലും അവനെല്ലാ പണിയിലും മുന്നിലൊന്നും ഉണ്ടാവും. ആൾ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്തായാലും ഇത് നല്ലൊരു ഉപകാരമുള്ള സാധനം തന്നെയാണ്. നമ്മൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്യാനേ. നമ്മൾ ഫോണിൽ ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫോണിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ വന്ന് ക്ലീൻ ചെയ്തോളൂ. നമ്മൾ വീട്ടിൽ വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും സുഖമുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇത് വാങ്ങിച്ചത്. ക്ലീൻ ചെയ്യാൻ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും കുറച്ച് ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ. ഈ മോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പണിയും ചെയ്യുമ്പോൾ മോപ്പിങ് കൂടി വരുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ഇത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മോപ്പ് ചെയ്യണേ. ഇത് എപ്പോഴും നമുക്ക് എല്ലാ സൈഡിലും ആക്കാൻ പറ്റണമെന്നില്ല. ഞങ്ങൾക്ക് ബേസ്മെൻറ്റും ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.